ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ UGC നെറ്റ് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചിങ് എന്നത് ടീച്ചർ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല. ഒരു നല്ല ടീച്ചിങ് നടക്കാൻ പല ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ടീച്ചിങ് എന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഇതിൽ ടീച്ചേഴ്സ്, ലേണേഴ്സ്, കണ്ടൻറ്, ടീച്ചിങ് മെത്തേഡ്, എൻവയോൺമെൻറ്റ് എന്നിവയെല്ലാം ഇമ്പോർട്ടൻ്റ് റോളാണ് വഹിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ടീച്ചർ വളരെ എക്സ്പീരിയൻസ് ആയാലും ക്ലാസ് റൂം നോയ്സി ആണെങ്കിൽ അവിടെ എന്താണ് ടീച്ചിങ് ഒരിക്കലും എഫക്റ്റീവ് ആയില്ല. അതുപോലെ തന്നെ റിസോഴ്സസിൻ്റെ കുറവ് മൂലവും എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് നല്ല രീതിയിൽ അവരുടെ ലേണിംഗ് നടക്കാൻ സാധിക്കത്തുമില്ല. നെക്സ്റ്റ്, ഈ ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഫാക്ടേഴ്സ് നമുക്ക് എളുപ്പം എങ്ങനെ മനസ്സിലാവും? അതിലെന്തൊക്കെയുണ്ട്? ടീച്ചറുണ്ട്, ലേണർ, മെറ്റീരിയൽ, എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ എല്ലാ ഫസ്റ്റ് ലെറ്റേഴ്സും TLMEI. ഇതൊരു ഷോർട്ട് ഫോമാണ്. ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പം നമുക്ക് എക്സാമിന് ഓർക്കാൻ പറ്റും. സോ നമുക്ക് ഓരോ ഫാക്ടേഴ്സിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ആദ്യത്തെ ഫാക്ടർ ഏതാണ്? ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ടീച്ചർ. Teacher is the central of the teaching learning process. Their personal, professional and psychological qualities directly affect students' learning. അല്ലേ, ടീച്ചറാണ് ഒരു ലേണിംഗ് പ്രോസസ്സിൽ ഒരു സെൻട്രൽ പോയിന്റ് അല്ലേ. അത് നമുക്കറിയാം, മെയിൻ എലമെൻ്റ് ഒരു ടീച്ചറാണ്. അപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും ആൻഡ് സൈക്കോളജിക്കൽ ക്വാളിറ്റീസും എന്ത് ചെയ്യും, ടീച്ചിങ്ങിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ സബ്ജക്റ്റ് മാസ്റ്ററി അല്ലേ. സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടായിരുന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പെഡഗോഗിക്കൽ സ്കിൽ, അതായത് നോളജ് ഓഫ് മെത്തേഡ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് അസസ്മെൻറ്റ്സ് ലൈക്ക് യൂസിങ് ആക്റ്റീവ് ലേണിംഗ് അല്ലേ. ഒരു എഡ്യൂക്കേഷൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രം പോരാ, അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ഏത് രീതിയിൽ, അതായത് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അവരുടെ അറ്റൻഷൻ പിടിച്ച് നിർത്തുന്ന രീതിയിൽ നമ്മൾ നല്ല എഫക്റ്റീവായിട്ട് എങ്ങനെ ക്ലാസ് എടുക്കുന്നു, അതിലും എന്താണ് ഒരു ടീച്ചർ നല്ല രീതിയിൽ ഒരു സ്കില്ല് വേണം. നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെ. നല്ല കമ്മ്യൂണിക്കേഷൻ, വെർബലും നമ്മൾ നോൺ വെർബൽ ആയിട്ടുള്ള ക്ലാരിറ്റി, വോയിസ് മോഡുലേഷൻ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് എൻഹാൻസ് എൻഗേജ്മെൻറ്റ് അല്ലേ. നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒരു ടീച്ചറിന് വളരെയധികം അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഇസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പേഴ്സണാലിറ്റി. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എങ്ങനെയായിരിക്കും അവരോട് ബിഹേവ് ചെയ്യണത്, എല്ലാം എന്ത് ചെയ്യും, നമ്മൾക്ക് നല്ലൊരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ കുട്ടികളെ, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുമോ, പിന്നെ അവരോടുള്ള ഒരു എമ്പതി കാണിക്കാൻ നമുക്ക് സാധിക്കണം, അവരുടെ അടുത്ത് പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യണം. ഇതെല്ലാം ആ ഒരു ക്ലാസ് റൂമിനെ അഫക്റ്റ് ചെയ്യും അല്ലേ. ആ ടീച്ചിങ് എൻവയോൺമെൻറ്റ് ഈ എല്ലാം എന്ത് ചെയ്യും, ഫാക്ടേഴ്സും അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഇസ് മോട്ടിവേറ്റിംഗ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടീച്ചർ നല്ല അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കണം. ആ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ക്ലാസ്സിൽ നല്ല അറ്റൻഷനായിട്ട് ഇരിക്കുകയുള്ളൂ, അവർക്ക് പഠിക്കാനൊരു താല്പര്യവും കാണത്തുള്ളൂ. അതുപോലെ നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. നമ്മളൊരു ക്ലാസ്സിൽ പോകുന്ന മുമ്പേ എല്ലാം പ്രിപ്പയർ ചെയ്ത്, ഏത് ക്ലാസ് ഒരു പ്ലാൻ എപ്പോഴും വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഒരു ക്ലാസ് റൂമിൽ. അതുപോലെ അവരുടെ നിന്ന് ഫീഡ്ബാക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കളക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് നമ്മളെ പഠിപ്പിച്ചത് മനസ്സിലായോ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, ഇതെല്ലാം എന്താണ് ഒരു ഫീഡ്ബാക്കിലൂടെ നമുക്ക് ഒരു ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഇസ് പ്രൊഫഷണൽ എത്തിക്സ് അല്ലേ. ഇത് മാത്രം പോരാ, ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, അതും നമ്മൾ പാലിച്ചിരിക്കണം. അത് ഇൻറ്റഗ്രിറ്റി, ഫെയർനെസ് ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി, സ്ട്രെങ്ത് ആൻഡ് ക്രെഡിബിലിറ്റി. ഇതെല്ലാം നമ്മളൊരു പ്രൊഫഷണൽ എത്തിക്സ് ആണ് അല്ലേ. നമ്മളെല്ലാവരോടും, അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും നമ്മൾ ഈക്വലി ബിഹേവ് ചെയ്യണം, അവരെ റെസ്പെക്ട് ചെയ്യണം അല്ലേ. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അല്ലേ. നമ്മളും അവരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അവരും തിരിച്ച് നമ്മളെ റെസ്പെക്ട് ചെയ്യും. പിന്നെ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. ഇതെല്ലാം എന്ത് ചെയ്യും, ഒരു ക്ലാസ് റൂമിനെയും അവരുടെ ആ ഒരു ലേണറിൻ്റെയും ക്രെഡിബിലിറ്റി നമുക്ക് നേടാൻ നമ്മളെ സഹായിക്കും. അപ്പം നെക്സ്റ്റ് നമ്മൾ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ലേണേഴ്സ് ആണ് നോക്കുന്നത്. അപ്പം ലേണേഴ്സ് ആണ് ഒരു എഡ്യൂക്കേഷൻ്റെ കോർ അല്ലേ. ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ലേണറാണ്. അവിടെ ഡിഫറൻസ്, ഓരോ ലേണറും ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും ഒരു ക്ലാസ്സിലെ എല്ലാ ലേണേഴ്സും ഈക്വൽ അല്ല. എല്ലാവരുടെയും കഴിവും അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ ഇൻ്റലിജൻറ്റും എല്ലാം വ്യത്യാസമായിരിക്കും.
അതുകൊണ്ട് ആദ്യത്തെ ഫാക്ടർ വെച്ചാൽ അവരുടെ ഇൻ്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അല്ലേ. ഓരോരുത്തരും ലേണിങ്ങിൻ്റെ കപ്പാസിറ്റി വ്യത്യാസമായിരിക്കും. ചിലവർ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ, ചില സ്റ്റുഡൻസ് പയ്യെ ആയിരിക്കും എന്താണ് സ്ലോലി ആയിരിക്കും കൺസെപ്റ്റ്സ് മനസ്സിലാകുന്നത്. അപ്പം എല്ലാം അതിൽ ഡിഫറെൻ്റ് ആയിരിക്കും. മോട്ടിവേഷൻ അല്ലേ, ഇൻറ്റേർണൽ മോട്ടിവേഷൻ. ചിലവർ ഭയങ്കരമായിട്ട് അവർക്കത് വേണം എന്ന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ UGC നമ്മൾ ഇത്രയും ഇത്രയും ഓരോ എഡ്യൂക്കേഷൻ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ UGC നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട് അല്ലേ, നമ്മളൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവണം, അല്ലെങ്കിൽ നമുക്കൊരു റിസർച്ചർ, നമുക്ക് PhD വേണം എന്ന് നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്നത്. പക്ഷേ ഈ കമ്പാരിറ്റീവ്ലി ഒരു കുഞ്ഞ് 10th അവർക്കൊക്കെ അവർക്ക് അറിയത്തില്ല എന്തിനാണ്. ചിലപ്പോൾ അവർക്ക് അവർ മറ്റുള്ളവർക്ക് വേണ്ടിയ എല്ലാവരും പഠിക്കുന്നു, 10th നമ്മൾ പഠിക്കുന്നു, എന്തിനാണ് ആ ഒരു ആ ഒരു തിങ്കിങ് പ്രോസസ്സ് അവർക്ക് കാണില്ല. ആ ഒരു മോട്ടിവേഷൻ അല്ലേ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇത് പാസ്സാവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമ്മൾ കുറച്ചും കൂടെ അഡൾട്ട് ആവും. അപ്പം അതാണ് ഒരു മോട്ടിവേഷൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയും. അറ്റൻഷൻ ആൻഡ് ഇൻട്രസ്റ്റ് അല്ലേ. ചിലവർ ഭയങ്കര നല്ലൊരു അറ്റൻഷനും ഇൻട്രസ്റ്റും കാണും ചില സബ്ജക്റ്റിനോട്. ചിലവർക്ക് അത്ര ചിലപ്പം താല്പര്യം ഇല്ലാത്ത സബ്ജക്റ്റ്, ആരുടെയെങ്കിലും ഫോഴ്സും ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ ഫ്രണ്ട്സ് എടുത്തു അതുകൊണ്ട് ഞാനും അത് സബ്ജക്റ്റ് എടുത്തു എന്ന് പഠിക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ചും അവരെന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അവർക്ക് അവർ മനസ്സിലാക്കുന്ന രീതിയിലും അവരുടെ ലേണിംഗ് കപ്പാസിറ്റിയിലും വ്യത്യാസം വരും. അവർ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അവർ പെട്ടെന്ന് പഠിക്കും, ഇല്ലെങ്കിൽ അവർ സ്ലോ ആയിരിക്കും. പിന്നെ അറ്റൻഷൻ സ്പാം, ചിലവർക്ക് പെട്ടെന്ന് അറ്റൻഷൻ ചെറിയ കാര്യങ്ങൾ അവർ ഡിസ്ട്രാക്റ്റ് ആവും. അപ്പം അതും അവരുടെ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. ചിലവർ ഇമോഷണലി എന്തെങ്കിലും ഇപ്പോൾ ക്ലാസ് റൂമിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിലാവാം, എല്ലാം എന്ത് ചെയ്യും ഇവരെ ലേണേഴ്സിനെ ബാധിക്കും. പിന്നെ ലേണിംഗ് സ്റ്റൈൽ ആൻഡ് പ്രയർ നോളജ് അല്ലേ. ചിലവർ കുറച്ചും കൂടെ വിഷ്വലി നമ്മൾ പ്രൊജക്ടറിൽ ഇങ്ങനെ സ്ലൈഡ്സ്, ഇങ്ങനെ അട്രാക്റ്റീവ് സ്ലൈഡ്സ് ഒക്കെ ഇടുമ്പോൾ അവർ കുറച്ചും കൂടെ ഒന്ന് ചെറിയ ചെറിയ പോയിന്റ്സ് ഇടുമ്പോൾ അവർ പെട്ടെന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ സാധിക്കും. ചിലവരല്ലാതെ കേട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ലേണിംഗ് സ്റ്റൈൽ വ്യത്യാസമായിരിക്കും. പിന്നെ ചിലവർക്ക് നേരത്തെ ആ കാര്യത്തിനെ കുറിച്ച് കുറച്ച് നോളജ് ഉള്ളവർ എന്ത് ചെയ്യാം പെട്ടെന്ന് പഠിക്കും. ഇപ്പം ഈ കൊമേഴ്സ് ഒക്കെ എടുക്കുന്നവർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും BCom വരുന്നവർക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. ആ ഒരു ആ ഒരു പ്രയർ നോളജ് അല്ലേ, നമുക്ക് നേരത്തെ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കുറച്ച് നമുക്ക് ഈസി ആയിരിക്കും മുന്നോട്ട് പോകാൻ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പ്രയർ നോളജിൻ്റെ. നെക്സ്റ്റ് സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അവർ വരുന്ന ഫാമിലിയുടെ സപ്പോർട്ട്, എക്സ്പോജർ, എൻവയോൺമെൻറ്റ് എഫക്ട്സ്, മോട്ടിവേഷൻ. അവർ അല്ലേ അവരുടെ ഫാമിലി നല്ല സപ്പോർട്ടാണെങ്കിൽ അവർ കുറച്ചും കൂടെ നല്ല രീതിയിൽ അവർക്ക് പഠിക്കാൻ പറ്റും. ഈ കാര്യങ്ങളും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം എന്ത് ചെയ്യും അവരുടെ ലേണിങ്ങിനെ ഒരു ലേണേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ഫാക്ടർ ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന നെക്സ്റ്റ് ഫാക്ടർ സപ്പോർട്ട് മെറ്റീരിയൽസ് അല്ലേ. അതായത് ഇൻസ്ട്രക്ഷണൽ എയ്ഡ് അല്ലെ, സപ്പോർട്ട് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്സ്, ടീച്ചിങ് എയ്ഡ്സ്, ഇതെല്ലാം എന്ത് ചെയ്യും ഒരു ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് അല്ലേ, നല്ല വെൽ ഡിസൈൻഡ് ബുക്സ് വിത്ത് ക്ലിയർ എക്സാമ്പിൾസ് ആൻഡ് അപ്ഡേറ്റ്സ് കണ്ടന്റ്, ഇതെല്ലാം എന്ത് ചെയ്യും ഒരു ടീച്ചിങ്ങിനെ ഒരു ടെക്സ്റ്റ് ബുക്ക് നല്ല സിമ്പിളായിട്ടും അതിൽ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് കറക്റ്റുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ലേണേഴ്സിന് അത് ഈസി ആയിരിക്കും, ടീച്ചിങ്ങും അത് ഈസി ആയിട്ടും എഫക്റ്റീവായിട്ടും നടത്താൻ സാധിക്കും. നെക്സ്റ്റ് ടീച്ചിങ് എയ്ഡ് അല്ലേ, വിഷ്വൽ എയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളിപ്പം AI ഇപ്പം തന്നെ നമുക്ക് പുതിയ പുതിയ മെത്തേഡ്സ് ഒരുപാട് ഈ AIയുടെ ഇതുകൊണ്ട് നമുക്ക് PPTs ഒക്കെ നമുക്ക് നല്ല കുറച്ചും കൂടെ അനിമേറ്റഡ് ആയിട്ടും നല്ല അട്രാക്റ്റീവായിട്ടും ബാർസ്, ചാർട്ട്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ചും അത് കൂടുതലും അട്രാക്റ്റ് ചെയ്യും സ്റ്റുഡൻസിനെ. അതും ഒരു ടീച്ചിങ്ങിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ യൂസ് തന്നെ ഹെൽപ്പ് ചെയ്യും. ICT ടൂൾസ് അല്ലേ, സ്മാർട്ട് ബോർഡ്സ്, ഓൺലൈൻ ക്വിസ്, സിമുലേഷൻസ് ആൻഡ് വീഡിയോസ്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും ലേണിങ്ങിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് സപ്പോർട്ട് മെറ്റീരിയൽ റെലവൻസ് ആൻഡ് അസസബിലിറ്റി അല്ലേ. ഇത് കൂടാതെ നമ്മൾ ഇതിനൊക്കെ ഒരു അസസബിലിറ്റി, ഇതൊക്കെ നമുക്ക് കിട്ടണം അല്ലേ, ആ ഒരു സ്റ്റുഡൻസിന് അവൈലബിൾ ആയിരിക്കണം, എന്നാൽ മാത്രമേ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോഴത്തെ കോളേജസിലൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ലാബ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഈസി ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും ഏതൊരു എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് നോളജ് വേണമെങ്കിലും എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്പിൽ തന്നെ ഉണ്ട് അല്ലേ. ആ ഒരു അസസിബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരു എഡ്യൂക്കേഷൻ. നമുക്കിപ്പം നമുക്ക് തന്നെ ചില വേർഡ്സ് ഇപ്പം നമ്മൾ പഠിച്ചതായിരിക്കാം, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അല്ലേ. നമുക്ക് ഇപ്പം അക്സസിബിലിറ്റി, നല്ലൊരു അക്സസിബിലിറ്റി ആണ് ഉള്ളത്. ഇതും ഒരു ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് ഇസ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റി അല്ലേ. ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസിൽ എന്ത് ചെയ്യും ഒരു ടീച്ചറിനെ അഫക്റ്റ് ചെയ്യും അല്ലേ.
ഫസ്റ്റ് വൺ ഇസ് ക്ലാസ് റൂം ഫെസിലിറ്റി അല്ലേ. ക്ലാസ് റൂമിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ലൈറ്റിംഗ്, വെന്റിലേഷൻ, ഇതെല്ലാം എന്ത് ചെയ്യും നമ്മളെ. ഇപ്പോൾ ഒരു ക്ലാസ് റൂം അടച്ചിട്ട് ഒരു വെന്റിലേഷനും ഇല്ലാതെ അതൊക്കെ ഒരു സഫോക്കേഷൻ ഉണ്ടാക്കും പിള്ളേർക്ക് അല്ലേ. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ ടയേർഡ് ആവും. നല്ലൊരു പ്രോപ്പർ വെന്റിലേഷനും നല്ലൊരു സീറ്റിങ്ങും അവർക്ക് എന്താണ് കംഫർട്ടും എല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലെൻലിനെസ്സും എല്ലാം ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഇതെല്ലാം എന്താണ് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഓരോ ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് ഇസ് ലബോറട്ടറീസ് ആൻഡ് ലൈബ്രറീസ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അതായത് ഇപ്പോൾ ഒരു സയൻസ് ആണ്, നമ്മൾ സയൻസ് ലബോറട്ടറി യൂസ് ചെയ്തൊക്കെ നമ്മൾ പിള്ളേർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് ചെയ്ത് പഠിക്കുമ്പോഴും അത് ഒരിക്കലും അവർ ഇത് മാർക്കില്ല അല്ലേ. ലൈബ്രറി അല്ലേ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ നമുക്ക് ബുക്സ് റെഫർ ചെയ്യാം. ഒരുപാട് ബുക്സ് കിട്ടും അല്ലേ. ഇപ്പം കോളേജ് ലെവൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുക്ക് റെഫർ ചെയ്താൽ തന്നെ ഒരു പോയിന്റ് കിട്ടണമെന്നില്ല. പല ബുക്സ് റെഫർ ചെയ്യണമായിരിക്കും നമ്മുടെ സിലബസിലുള്ള ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ എന്താണ് ലൈബ്രറിയുടെ യൂസ് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചിങ്ങിനെ അത് എഫക്റ്റ് ചെയ്യും അല്ലേ. ലേണേഴ്സിന് നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമ്പോൾ ടീച്ചിങ്ങും നല്ല രീതിയിൽ നടക്കും. ICT ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലേ, മോഡേൺ കമ്പ്യൂട്ടേഴ്സ്, റിലയബിൾ ഇൻ്റർനെറ്റ് ആൻഡ് ഫങ്ഷണൽ പ്രൊജക്ടേഴ്സ് ആർ ഫണ്ടമെൻ്റൽ ഫോർ ഡിജിറ്റൽ ലേണിംഗ് അല്ലേ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഇപ്പം പണ്ടത്തെ പോലെ നമ്മൾ എന്താ ബോർഡിൽ എഴുതി അങ്ങനെയുള്ള ഒരു ഇതല്ല. ഇതാണ് PPT നമ്മൾ എന്താണ് പ്രൊജക്ടറിലൂടെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഈസിയും ആണ്. ഇത് ഉള്ളപ്പം പിള്ളേർ കുറച്ചും കൂടെ എന്താണ് കുട്ടികൾക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവും ആയിരിക്കും. അവർക്കും എന്താണ് കുറച്ചും കൂടെ എന്താണ് ഈസി ആയിട്ട് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്താണ് ഈ ചെയ്ത PPT നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ബോർഡിൽ എഴുതിയിട്ട് നമ്മൾ പെട്ടെന്ന് അവർ റബ്ബ് ചെയ്യും. അപ്പം ഇതാവുമ്പോൾ നമുക്ക് പോയിന്റ്സ് അവർക്ക് കാണിക്കാനും പറ്റും. അവർക്കത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ നോട്ട്, അപ്പോൾ അവർ ക്ലാസ് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ലിസൺ ചെയ്യാനും സാധിക്കും. അതൊക്കെയാണ് ഈ ICTയുടെ നമ്മുടെ യൂസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടീച്ചിങ് ലേണിംഗ് equipments അല്ലേ. വൈറ്റ് ബോർഡ്സ് വേണം, മൈക്രോഫോൺസ് വേണം, പ്രൊജക്ടേഴ്സ്, ഇതെല്ലാം എന്താണ് വേണം. നല്ലൊരു കന്നാൽ മാത്രമേ ഒരു ക്ലാസ് റൂം നല്ല എഫക്റ്റീവായിട്ട് ഒരു ടീച്ചറിന് എടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്തിൻ്റെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതെന്താണ് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യും. ഇനി മെയിൻ്റനൻസ് ആൻഡ് അവൈലബിലിറ്റി അല്ലേ. ഇതും ഉള്ളത്, അതായത് ഇത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് അവർ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. ഇപ്പം ഏതൊരു ഇലക്ട്രോണിക് സാധനമായാലും ഒരു ക്ലാസ് റൂം ആയാലും നമ്മൾ അല്ലേ മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യണം, അത് എപ്പോഴും എന്താണ് അവൈലബിളും ആയിരിക്കണം. നെക്സ്റ്റ് ഫാക്ടർ, ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ലേണിംഗ് എൻവയോൺമെൻറ്റ് അല്ലേ. ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ് സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ക്ലൈമറ്റ് ഇൻ വിച്ച് ടീച്ചിങ് ഒക്കേഴ്സ് അല്ലേ. അതായത് അവർ ഏത് മാനസിക അവസ്ഥയിലാണ് അവർ വരുന്നത് ഒരു ക്ലാസ്സിൽ, പിന്നെ അവരുടെ ചുറ്റുപാടും അല്ലേ. ചിലപ്പോൾ നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു സാഡായിട്ട് വന്നാലും ആ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ മൈൻഡ് സെറ്റ് മാറാൻ സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടർ ഉണ്ട്. ഫിസിക്കൽ എൻവയോൺമെൻറ്റ് അല്ലേ, നമ്മുടെ ക്ലീൻ, സേഫ്, കംഫർട്ടബിൾ ക്ലാസ് റൂംസ് എന്ത് ചെയ്യും, അവരെ എൻഹാൻസ് ചെയ്യും. അവർക്ക് അറ്റൻഷൻ സ്പാൻ കൂടാനും അല്ലേ, കുറച്ചും കൂടെ അവർ ഫോക്കസ് ആയിട്ടിരിക്കാനും അത് സഹായിക്കും. പിന്നെ സൈക്കോളജിക്കൽ എൻകറേജ്മെൻറ്റ്, റെസ്പെക്ട് ആൻഡ് ഓപ്പൺനെസ് പ്രൊമോട്ട്സ് കോൺഫിഡൻസ് അല്ലേ. നമ്മൾ അവരെ എപ്പോഴും എൻകറേജ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ കാര്യത്തിന് അവരെ വഴക്ക് പറയാതെയും ആ ഒരു എന്താണ് പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് മെൻ്റലി അവരെന്താവും നല്ല ഒരു എന്താണ് എൻകറേജ് ആവും, അവർ മോട്ടിവേറ്റഡ് ആവും, അവർ കുറച്ചും കൂടെ കോൺഫിഡൻസും ആവും. നെക്സ്റ്റ് ഇസ് ഡിസിപ്ലിൻ ആൻഡ് മാനേജ്മെൻറ്റ് അല്ലേ. ഒരു ക്ലാസ്സിൽ കറക്റ്റ് ടൈമിംഗ് വേണം. എല്ലാം ഒരു ഡിസിപ്ലിനും നല്ല രീതിയിൽ മാനേജും ചെയ്യണം. എന്നാൽ മാത്രമേ എന്താണ് ക്ലാസ് റൂം അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ്ങും എഫക്റ്റീവ് ആവത്തുള്ളൂ അല്ലേ. നമ്മൾ ഇപ്പോൾ കറക്റ്റ് ഒരു ടീച്ചറെ തോന്നും എപ്പോഴെങ്കിലും വന്നാൽ ഇല്ല, ഒരു ടൈമുണ്ട്, ആ ടൈമിന് ടീച്ചർ വരണം. അവർ കറക്റ്റായിട്ട് ആ ക്ലാസ് റൂമിനെ ഓർഡർലി ആയിട്ട് മാനേജ് ചെയ്യണം അല്ലേ. അതായത് ഒരു പ്ലാൻ ചെയ്ത് ഒരു ലെസൺസ് കറക്റ്റായിട്ട് സിലബസ് അനുസരിച്ച് പ്ലാൻ ചെയ്ത് ഒരു എക്സാമിന് മുമ്പ് അത് തീർക്കുക, എക്സാമിന് മുമ്പ് റിവിഷൻ നടത്തുക. ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു ക്ലാസ് മാനേജ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ എന്തായാലും ആ ഒരു ലേണറും തന്നെ അവരെന്ത് ചെയ്യും, കൂടുതൽ മോട്ടിവേറ്റ് ആവും, അവർ കൂടുതൽ എന്താവും എൻഗേജും ആവും, അവർ കൂടുതലും പഠിക്കാനുള്ള അവരുടെ മോട്ടിവേഷൻ കൂടും. നെക്സ്റ്റ് ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് അല്ലെ. നല്ലൊരു മ്യൂച്വൽ റെസ്പെക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റെസ്പെക്റ്റും എല്ലാം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ലേണിംഗ് ഉണ്ടാവും, ഒരു സ്മൂത്ത് ആയിട്ട് ലേണിംഗ് കൊണ്ടുപോകാനും സാധിക്കും.
പിയർ ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ലേ. അതായത് അതുപോലെ ഒരു ക്ലാസ്സിൽ നമുക്ക് എന്താണ് കൂടുതൽ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്ലാസ്സസും എല്ലാം ഉണ്ടെങ്കിലും എന്താണ് അത് ആ ക്ലാസ് റൂമിനെ അത് നല്ല രീതിയിൽ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് നല്ല പോസിറ്റീവ് ആവും അല്ലേ. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങൾ അടിയും ഒരു ക്ലാസ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഗ്രൂപ്പ് അങ്ങനെ അങ്ങനെ വഴക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതൊരു ഭയങ്കര ഒരു എന്താണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് പക്ഷേ എല്ലാവരും നല്ല കോപ്പറേറ്റീവ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണവും എല്ലാവരും ഹെൽപ്പിങ്ങും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്ലാസ് റൂം നല്ല പോസിറ്റീവ് ആയിരിക്കും. അത് ലേണിങ്ങിന് അല്ലെങ്കിൽ ടീച്ചിങ്ങിന് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പം നെക്സ്റ്റ് എന്താണ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫാക്ടേഴ്സും എന്താണ് ആ ഒരു ടീച്ചിങ്ങിനെ എഫക്റ്റ് ചെയ്യും അല്ലേ. ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസീസ് അല്ലേ, റൂൾസ്, അവരുടെ ഷെഡ്യൂൾസ്, അക്കാഡമിക് കാലണ്ടേഴ്സ് ആൻഡ് അസസ്മെൻറ്റ് പോളിസീസ് ഇൻഫ്ലുവൻസ് പെർഫോമൻസ് അല്ലേ. അവരുടെ റൂൾസും എല്ലാം ഇപ്പം ഹാർഷും ഭയങ്കര സ്ട്രിക്റ്റും ഒക്കെ ആണെങ്കിലും എന്താണ് കുട്ടികൾക്ക് അവിടെ പോയി പഠിക്കാനും ഒക്കെ എന്തായിരിക്കും ഒരു എന്തായിരിക്കും മടിയുമായിരിക്കും, അവർക്കൊരു മോട്ടിവേഷൻ ഇല്ലായിരിക്കും. ആ പോവാൻ തന്നെ എന്താണ് ഒരു നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കും. അപ്പം ആ റൂൾസും ഒരിക്കലും എന്താണ് ഒരു ടീച്ചിങ് ലേണേഴ്സിനെ ബാധിക്കാൻ പാടില്ല അല്ലേ. അവരുടെ ഷെഡ്യൂൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് പറ്റുന്ന ഒരു ഷെഡ്യൂൾ ആയിരിക്കണം. അക്കാഡമിക് കലണ്ടേഴ്സ് അതായത് ബാലൻസ് ചെയ്ത് കരിക്കുലറും നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു കരിക്കുലം ആയിരിക്കണം. പിന്നെ അസസ്മെൻറ്റ് പോളിസീസ്, ഫെയർ ആയിട്ടുള്ള അസസ്മെൻറ്റ് പോളിസീസ്, ഇതെല്ലാം ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസീസും ഒരു ടീച്ചിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. നെക്സ്റ്റ് ഇസ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് അല്ലേ. സപ്പോർട്ടീവ് ലീഡർഷിപ്പ് എൻകറേജസ് ഇന്നോവേറ്റീവ് ആൻഡ് മോട്ടിവേഷൻ എമംഗ് ടീച്ചേഴ്സ് അല്ലേ. നല്ലൊരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു മാനേജ്മെൻറ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, നല്ല ടീച്ചേഴ്സിനെ നല്ല എൻകറേജ് ചെയ്യും, അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും. അപ്പം എന്താ പുതിയ ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ ഇന്നോവേറ്റീവായിട്ട് ഐഡിയാസ് കൊണ്ടുവരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, കൂടുതലും ഫോക്കസും ആവും, അവർ മോട്ടിവേറ്റ് ആവും, അവർക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ അവർ പഠിക്കാനുള്ള ഒരു എന്താണ് ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും അതല്ലേ. നല്ല പുതിയ രീതിയിലുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ആവും. നെക്സ്റ്റ് ഈസ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. നല്ല ഒരു പോസിറ്റീവ് വർക്ക് ഉണ്ടെങ്കിൽ അവിടെ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു എന്താ അവരുടെ സൈക്കോളജി നല്ല പോസിറ്റീവ് ആയിട്ടിരുന്നാലേ ക്ലാസ് റൂമിനെ അത് അഫക്റ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ട് ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് അല്ലേ. ടൈംലി അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്, മെറ്റീരിയൽസ് അല്ലേ. നമുക്ക് പറയാം നമുക്ക് ഇപ്പോഴത്തെ ICT ടൂൾസും എല്ലാം എന്താണ് നമുക്ക് എല്ലാത്തിനും എന്താണ് ചിലവുള്ളതാണ് അല്ലേ, കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം, അവർ അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്യണം അല്ലേ. അവർക്ക് ആവശ്യമുള്ള ICT സപ്പോർട്ട്സും ഈ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു എന്താണ് ടീച്ചിങ് നല്ല രീതിയിൽ നടത്താൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ. ഇപ്പം തന്നെ നമുക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീച്ചേഴ്സിന് അത്യാവശ്യമാണ് അല്ലേ. ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ഇപ്പം തന്നെ AI വന്നു. അപ്പോൾ പല ടീച്ചേഴ്സിനും AI അറിയത്തില്ല. അപ്പോൾ AI കുറിച്ച് അപ്പോൾ അതും കൂടെ ഇൻവോൾവ് ചെയ്ത് എന്ത് ചെയ്യാം, ടീച്ചേഴ്സിനും അത് ഈസി ആയിരിക്കും, കുട്ടികൾക്കും അതെന്താവും യൂസ് ആവും, കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും, അവർക്ക് കുറച്ച് പഠിക്കാൻ ഈസി ആയിരിക്കും. കാരണം നമുക്ക് AI യൂസ് ചെയ്ത് ടീച്ചേഴ്സിന് അത് പെട്ടെന്ന് എന്താണ് ഒരു സിലബസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാനെല്ലാം അത് കുട്ടികൾക്കും അതെന്താണ് അത് ഹെൽപ്പ് ചെയ്യും, അവരെയും അത് പോസിറ്റീവായിട്ട് അവരെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ടീച്ചേഴ്സിന് എന്ത് ചെയ്യണം, ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഇൻസ്റ്റിറ്റ്യൂഷനും പ്രൊവൈഡ് ചെയ്യണം. അതും എന്താണ് ഒരു ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് എന്ന ടോപ്പിക്കാണ് കവർ ചെയ്തത്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്? ടീച്ചർ റിലേറ്റഡ് ഫാക്ടേഴ്സ്, ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ്, സപ്പോർട്ട് മെറ്റീരിയൽസ്, factors related to instructional facilities, factors related to learning environment and factors related to institutional factors. ഈ എല്ലാ ഫാക്ടേഴ്സുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്, ക്ലിയർ കൺസെപ്റ്റ് ഫോർ സ്മാർട്ടർ സ്റ്റഡി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.